ജീവിതമൊക്കെ പരാജയപ്പെട്ടു ബ്രോ. ഇനി എന്തിനാ ജീവിക്കണേ എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്കൊക്കെ ഹൃദയത്തിൽ വരിക. ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കണേ? എവിടെ തൊട്ടിട്ടും ഒരു വിജയം ജീവിതത്തിലില്ല. എന്നും ബാധ്യതകൾ, എന്നും പ്രശ്നങ്ങൾ, എന്നും തോൽവികളും മാത്രമേ ഉള്ളൂ. എത്ര പരിശ്രമിച്ചിട്ടും എത്ര സ്ഥലത്ത് പോയിട്ടും എത്ര വ്യക്തികളെ കണ്ടിട്ടും ജീവിതമൊന്നും വിജയിക്കണില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ മരിച്ചാൽ മതി എന്നുള്ള തോന്നലൊക്കെ ഹൃദയത്തിൽ വരിക. സങ്കടപ്പെടേണ്ട ബ്രോ. ശരി, എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒത്തിരി വഴികളൊക്കെ ശ്രമിച്ചിട്ടും ഒത്തിരി സ്ഥലത്തൊക്കെ പോയിട്ടും ജീവിതത്തിൽ വിജയിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ശരിയാ, സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരുത്തിയ ഒരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്: കർത്താവേ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ലോകപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ പോയിട്ടും വീണ്ടും പരാജയപ്പെട്ടവർ, ഒത്തിരി ഇടങ്ങളിൽ പോയിട്ട് പരാജയപ്പെട്ടവർ, മരിച്ചാൽ മതി എന്ന് തോന്നുന്നവർ, അങ്ങനെയുള്ള ചിന്തയിലൊക്കെ കടന്നു പോയിട്ടുള്ളവർ അവസാനം യേശു കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് യേശു കർത്താവിലൂടെ അവർ രക്ഷ പ്രാപിച്ചു. അവർ സന്തോഷകരമായി ജീവിച്ച ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം, ജീവിതം തോറ്റെന്നൊക്കെ തോന്നാം, ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ചിന്തയും ജീവിതത്തിലൊക്കെ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ ആരുടെയും മുഖം ലജ്ജിച്ചു പോകാൻ കർത്താവ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ബ്രോ, നിങ്ങളുടെ ജീവിതവും ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രോമിസാ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.